ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല പുതിയ ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. കൂടാതെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലിപ്പോൾ കവറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് പച്ചക്കറികൾ നമുക്ക് വീട്ടിലേക്ക് കയ്യിൽ തന്നെ പിടിച്ചു കൊണ്ടുവരാനും അതേപോലെ അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ വെറും ഒരു ന്യൂസ് പേപ്പർ മതി. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ സവാളയൊക്കെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം അത് സ്റ്റോർ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ആ കവറിൽ തന്നെ വെച്ചിട്ട് ഒരു 2 ദിവസമൊക്കെ അങ്ങനെ വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിൽ ആ ഒരു ഈർപ്പമൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ സവാള ചീഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ സവാള കൊണ്ടുവന്ന ഉടനെ അത് പെട്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ട്രേ ആണ് കേട്ടോ. ഈ ട്രേയിലേക്ക് നമുക്കൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കണം. ഇതാപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എപ്പോഴും താഴെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പേപ്പർ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ, പഴയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈർപ്പം തട്ടാതിരിക്കാനും ആ ഒരു ഡ്രൈനെസ് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തു കൊടുക്കാം. മറ്റുള്ള വെജിറ്റബിൾസിനേക്കാളും പെട്ടെന്ന് കേടാവാനായിട്ട് ചാൻസ് കൂടുതൽ, അതായത് ഈർപ്പമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കവറിലൊക്കെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉള്ളതാണ് സവാള. അപ്പം അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ കൂടി ഇട്ട് വെക്കുന്നത്. സവാളയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഉടനെ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുള വരുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ദീർഘനാൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുള വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അതിലേക്ക് ന്യൂസ് പേപ്പർ തന്നെ, പഴയ ന്യൂസ് പേപ്പറൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കീറി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധിക നാളത്തേക്ക് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം സക്സസ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതുപോലുള്ള കവർ, 3 പിന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു കവർ, നമുക്കിത് സാധാരണ പുതുതായിട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒന്നാണ്. ഇത് ഉപയോഗം തുടങ്ങിയാൽ പിന്നെ ഈ സാധനം നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. ഇനി അങ്ങനെ ചെയ്യരുത്. കണ്ടാൽ നിസ്സാരക്കാരനാണെങ്കിലും ഒരുപാട് ഉപകാരമുള്ള ഒന്നാണ് കേട്ടോ ഇത്, പ്രത്യേകിച്ച് കിച്ചണിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫോണിന് സ്റ്റാൻഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഫോണിലൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റാൻഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 പിന്നിൻ്റെ കവർ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലവൊട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഫോൺ സ്റ്റാൻഡ് റെഡിയാക്കി എടുക്കാം. നമുക്കിത് കാണുമ്പോൾ വെയിറ്റ് ഇല്ലല്ലോ, അത് വെയിറ്റ് താങ്ങുമോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ ഒരു 3 സൈഡിലായിട്ടായതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഫോൺ അത് വെക്കാനായിട്ട് പറ്റും. എല്ലാ തരത്തിലുള്ള ഫോണും നമുക്ക് വെക്കാം കേട്ടോ. നമുക്ക് വീഡിയോസൊക്കെ കാണാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതുപോലെ കീ ചെയിൻ ഇല്ലാതെ കീ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബാഗോ പേഴ്സോ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡോറൊക്കെ പൂട്ടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഗ്രോസറിയിൽ പോകുന്നതോ അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന സമയത്തോ ഒക്കെ കയ്യിൽ പേഴ്സോ ബാഗോ കരുതണം എന്നില്ല. അങ്ങനെയുള്ള സമയത്ത് കയ്യിൽ നിന്നും കീ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇതുപോലെ ഹെയർ ബാൻഡ്. പഴയ ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ, അതായത് നല്ല ലൂസായിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കീ നല്ല സേഫായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാനിതിൽ കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ഈ രീതിയിൽ
ഞാനിതൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ തൽക്കാലമായിട്ട് ഒരു കീ ചെയിനും കിട്ടി. ഇനി നമുക്കിത് കയ്യിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, നഷ്ടപ്പെടുകയുമില്ല. അപ്പോൾ ബാഗൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കടകളിൽ നിന്നും പ്ലാസ്റ്റിക് കവറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പച്ചക്കറികളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനും അതേപോലെ വീട്ടിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 3 പേജസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേജ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഇത് ന്യൂസ് പേപ്പറിന്റെ എണ്ണം കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരെണ്ണത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അതിന്റെ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ 2 ന്യൂസ് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം 3 ആക്കുകയാണ് വേണ്ടത്. 1 2 മടക്കാണ് മടക്കേണ്ടത്. ഈ രീതിയിൽ മടക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഭാഗത്തുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ ഇത് ലോക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു നീണ്ടിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് മടക്കാം. ഉണ്ടോ? ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ലോക്കായിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കീറാതെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഒന്ന് ജസ്റ്റ് കീറിയിട്ടുണ്ട്, എന്നാലും സാരില്ല, നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ആ വലിപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ? ഇനി ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സാധനങ്ങൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ പല ഷോപ്പുകളിൽ നിന്നും നമുക്ക് പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യാനുള്ള ബാഗൊന്നും കിട്ടാറില്ല, നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ അവിടെ ന്യൂസ് പേപ്പർ എന്തായാലും കിട്ടുമല്ലോ, ആ സമയത്ത് സാധനങ്ങൾ ഇട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടോ? ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടും ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വാങ്ങുന്ന സമയം കൊണ്ട് ഇതുപോലെ ഒരു ബാഗ് ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ആ ഒരു സൈസിനനുസരിച്ചിട്ട്, ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതൊരു 2 കിലോയുടെ അടുത്ത് സാധനങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്. പേപ്പർ ബാഗ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ക്യാരി ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലായാലും ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ ബാഗുകളാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിക്കുന്നുണ്ട്, അതും വേറെ പേപ്പറിലാണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഷോപ്പിൽ നിന്നൊക്കെ ഓഫറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം ആ ഒരു ബുക്ക്ലെറ്റ് മൊത്തമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ബാഗ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു ബാഗേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയപ്പോൾ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇതുപോലെ ഒരു മടക്ക് ഞാൻ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് മറിച്ച് വയ്ക്കുക. തിരിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ 3 ആക്കി മടക്കി കൊടുക്കുക. മൂന്നാക്കി മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ
ഒന്ന് ലോക്കാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ അത് ലോക്കായിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം നമുക്കൊന്ന് 2ആക്കി മടക്കി ഈ ഒരു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. കണ്ടില്ലേ? ഇതാ, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബാഗായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബാഗുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുകൂടാതെ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.